ട്രഷറിയിൽ നിന്ന് ഒറ്റയടിക്ക് പണം പിൻവലിക്കാനാവില്ലെന്ന് ധനമന്ത്രി. ശമ്പളം പൂർണ്ണമായി നൽകാൻ 2-3 ദിവസങ്ങളെടുക്കും. ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്ന തുക 50,000 രൂപയാക്കി നിശ്ചയിച്ചു. 3 ദിവസം കൊണ്ട് ശമ്പളം കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. അതേസമയം ശമ്പള വിതരണം ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ധനമന്ത്രിയുടെ പ്രതികരണം കാണാം. ഇന്നു മുതൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടൊക്കെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ബില്ലും എല്ലാം ആയിട്ടുണ്ട്. അതിന് പോകുന്ന സമീപനം ഉണ്ടാവും. ആ പ്രശ്നം ഈ 2-3 ദിവസം കൊണ്ട് അത് പോയി തീരും എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട്. ട്രഷറി വഴി ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിനകത്ത് ബൾക്കായിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇതിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഒരു ലിമിറ്റ് ചെയ്തിട്ട് ചില പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 50,000-ൻ്റെ ഒക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഒരു ദിവസം വിഡ്രോ ചെയ്യുന്നതിൻ്റെ തരത്തിലേക്ക് ഒരു ലിമിറ്റ് വരും. അല്ലെങ്കിൽ ഒരുമിച്ച് ഈ വിഡ്രോ ബാങ്കുകളിലൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ ഒരുമിച്ച് ഇത് വരുമ്പോൾ അതനുസരിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് കാര്യങ്ങൾ. വിവരങ്ങളുമായി ശാലിയുണ്ട്. ശാലി, ഇന്നലെ മുതൽ ധനമന്ത്രി പറഞ്ഞത് ഈ സാങ്കേതിക പ്രശ്നം തന്നെയാണ്. ഇപ്പോഴും പറയുന്നത് ഈ ഒരുമിച്ച് പിൻവലിക്കാൻ പണമില്ലാത്തൊന്നുമല്ല പ്രശ്നം. അതിൻ്റെ പിൻവലിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് കാരണം ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ല, അത് സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ജീവനക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു മന്ത്രിയുടെ ഈ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ നിയന്ത്രണത്തെയും ഭാഗികമായി ശമ്പളം നൽകാനുള്ള തീരുമാനത്തോടും? വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആർഭാടങ്ങളും ധൂർത്തുകളും നടത്താനും സർക്കാരിന്റെ ഇഷ്ടങ്ങൾക്കും പരിപാടികൾക്കുമായി പണമുണ്ട്. പൊതു ഖജനാവിൽ നിന്ന് നൽകേണ്ട സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട ശമ്പളം അത് മാത്രം നൽകാൻ പണമില്ലാത്ത നടപടിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനമായി ഉയരുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ന്യായീകരണവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അല്പസമയം മുമ്പ് രംഗത്തെത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിയന്ത്രണം അത് സാങ്കേതിക തകരാറാണ്, അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നമായി മാത്രമാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ 50,000 രൂപ മാത്രം പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ പരിധി വെച്ചിട്ടുണ്ട് എന്നുള്ളത്, പണം പിൻവലിക്കാൻ 50,000 രൂപ പരിധി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. നിയന്ത്രണം എല്ലാ ഇടപാടുകൾക്കും തുടരും. ഒപ്പം തന്നെ നിയന്ത്രണം ശമ്പളത്തിനും പെൻഷനും മാത്രമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ മന്ത്രി പ്രതികരിക്കുകയും ചെയ്തത്. എന്നാലും അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ധനമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ഭാഗികമായെങ്കിലും ശമ്പള വിതരണം ആരംഭിക്കാൻ ഇപ്പോൾ സർക്കാർ തയ്യാറായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവരുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട്. പക്ഷെ അത് ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ പണം അക്കൗണ്ടിൽ വഴി പിൻവലിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ആ സാഹചര്യം മറികടക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ഭാഗികമായി ശമ്പളം നൽകിക്കൊണ്ടൊരു പ്രശ്നപരിഹാരം ആരംഭിച്ചിട്ടുള്ളത്. ഉമേഷ്, ആദ്യഘട്ട ശമ്പള വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഏത് നിലവാരത്തിലുള്ള ജീവനക്കാർക്കാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നത്? മാത്രമല്ല ഈ 50,000 രൂപ എന്ന് പറയുന്നൊരു മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നത് ശമ്പള പരിധിയുടേതാണോ അതല്ലെങ്കിൽ പിൻവലിക്കാൻ കഴിയുന്ന തുകയാണ്? അക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? അതിലൊരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. ആദ്യഘട്ടമായി ഈ അധ്യാപകർ, നിയമ വകുപ്പിലെ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ പണം പിൻവലിക്കാനുള്ള അനുമതി, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ വഴിയാണ് ഇപ്പോൾ പണം ലഭ്യമായി തുടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 5.5 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർക്കാണ് ഈ ഒരു ശമ്പളം ലഭിക്കേണ്ടത്. അത് 2-3 ദിവസത്തിലധികമായി മുടങ്ങിക്കിടക്കുന്നതും ഈ 5.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ്. അതിൽ 97,000 പേർക്ക് ആണ് ആദ്യ ദിവസങ്ങളിൽ ശമ്പളം നൽകേണ്ടത്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 97,000-ഓളം വരുന്ന അല്ലെങ്കിൽ 1 ലക്ഷത്തിനകത്ത് വരുന്ന ജീവനക്കാർക്കായിരുന്നു 1-ാം തീയതി ശമ്പളം ലഭിക്കേണ്ടത്. പക്ഷേ ആ 1-ാം തീയതി അത്രയധികം ആളുകൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊട്ടു പിന്നാലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള വിഭാഗക്കാർക്കുമാണ് ശമ്പളം ഈ മണിക്കൂറിൽ നൽകി തുടങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു പക്ഷേ വരും മണിക്കൂറിൽ ഔദ്യോഗികമായ പ്രതികരണം, ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതികരണം വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് അവർക്കടക്കം ഈ ശമ്പളം ലഭ്യമായിട്ടുണ്ടോ, സമരത്തിന്റെ രീതി ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഔദ്യോഗികമായി വരും മണിക്കൂറിൽ വരും. എന്തായാലും സർക്കാർ ഖജനാവിൽ നിന്ന് ദൂർത്ത് നടത്താനും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മുഖാമുഖം, നവകേരളം, കേരളീയ സദസ്സ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് പണമുണ്ട്. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല. ഒപ്പം വിവിധ സർക്കാർ സംവിധാനങ്ങൾക്ക് അവരുടെ നിത്യച്ചെലവിന് പണമില്ല. ഇപ്പോൾ ഇതാ സർക്കാർ ജീവനക്കാർക്ക് കൂടി പണമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം ധനപ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെയാണ്
മുഖാമുഖം എന്ന മുഖ്യമന്ത്രിയുടെ ദൂരത്തിന് പിന്നാലെ അല്ലെങ്കിൽ പരിപാടിക്ക് പിന്നാലെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഔദ്യോഗികമായി ഈ സർക്കാർ ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ധനവകുപ്പിന് കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർക്ക് ധനമന്ത്രിയുടെ ഒരു പ്രത്യേക വിരുന്ന് ഹോട്ടലിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനടക്കമെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഈ വിരുന്ന് സൽക്കാരം മാറ്റിവെക്കാൻ ധനവകുപ്പോ ധനമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ അതിന്റെ ഒരു അറിയിപ്പ് വന്നത് ഇത്തരത്തിലാണ്. കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ തനിക്കൊപ്പം നിന്ന അല്ലെങ്കിൽ അതിന് സഹായിച്ച ഉദ്യോഗസ്ഥർക്ക് ഒരു വിരുന്നൊരുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു അറിയിപ്പിലും സർക്കാരിന്റെ ആ ഒരു അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പൊതുനിരത്തിൽ ഉയരുകയാണ്. ട്രഷറിക്ക് മുൻപിൽ ആക്ഷൻ കൗൺസിൽ ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. അവരടക്കം ഇതിനെതിരെ വിമർശനവുമായി എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ശാലി, ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ഓൺലൈനായി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനൊക്കെ ഒരു തടസ്സമുണ്ടായിരുന്നു. നേരിട്ട് ചില ആളുകൾക്കൊക്കെ പണം ലഭിച്ചിരുന്നു എന്ന ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ 50,000 രൂപ ഈ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് അത് ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്കും ബാധകമാണോ, അതോ നേരിട്ട് ട്രഷറി ചെക്കുമായി എത്തുന്ന ആളുകൾക്ക് മാത്രമാണോ ഇത് പിൻവലിക്കാൻ കഴിയുക? അങ്ങനെ എന്തെങ്കിലും സാങ്കേതികത്വം ഈ വിഷയത്തിലുണ്ടോ? നിലവിൽ ഉമേഷ് ഇതിന്റെ സാങ്കേതികത്വം പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ട്രഷറി അക്കൗണ്ടുകൾ വഴി 50,000 രൂപ വരെ പരിധി വെച്ചുകൊണ്ട് പിൻവലിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അനൌദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ, ഈ ഓൺലൈൻ ട്രാൻസാക്ഷനുകളോ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിൽക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ചെറിയ നടപടികൾ സർക്കാർ തലത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. ശമ്പള വിതരണം ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട്. ശരി ശാലി, എന്തായാലും ജീവനക്കാരുടെ പ്രതികരണങ്ങളൊക്കെ തുടർന്ന ബുള്ളറ്റിനുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.